ക്ലബ് FM 94.3 നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മേറ്റ്സ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് ഇന്ന് ക്ലബ് മേറ്റ്സിൽ പാർവതിയുടെ കൂടെ എത്താൻ പോണത് എന്ന്. ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ തൈക്കുടം ബ്രിഡ്ജിന്റെ നവരസം എന്നുള്ള പുതിയ ആൽബത്തിലെ ഒരു പാട്ട് ഇന്നിതാ ഇപ്പൊ റിലീസായിരിക്കുകയാണ്, 1 എന്നുള്ള പേരിൽ. അപ്പൊ എന്തായാലും അതിന്റെ സംവിധായകനായ ഗോവിന്ദ് മേനനാണ് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പറയാനായിട്ട് എത്തിയിട്ടുള്ളത്. ഹലോ കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. താങ്ക് യു. അപ്പം പറയൂ, എന്താണ് നവരസം? നവരസം ആദ്യം പറയേണ്ടത് നമ്മുടെ ആദ്യത്തെ ആൽബമാണ്, ഡെബ്യൂ ആൽബമാണ് നവരസം. അപ്പൊ അത് 2 കൊല്ലമായിട്ട് നമ്മൾ ബാൻഡ് തുടങ്ങിയിട്ട് 2 കൊല്ലമായി. അപ്പൊ അതിനകത്ത് ലാസ്റ്റ് എന്താ പറയാ, ഒരു 1 ഇയർ ആയിട്ട് ഇതിന്റെ വർക്ക് കിടക്കുന്നുണ്ട്. ഒരുപാട് ഷോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഇൻട്രോ പോലെയാണ് ചത്തയെ നമ്മൾ ആദ്യം റിലീസ് ചെയ്തത്. അപ്പൊ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബാക്കി 9 പാട്ടുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. നവരസം ഒരു പേര് പോലെ തന്നെ ഓരോരോ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. അപ്പൊ ഇന്ന് റിലീസ് ആയത് 1 എന്നുള്ള പാട്ടാണ്. അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ്? അത് കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ഹാപ്പി, ഒരു സെലിബ്രേഷൻ കൈൻഡ് ഓഫ് സാധനമാണ്. എല്ലാവരും പേര് പോലെ തന്നെ ഒരു ബോർഡേഴ്സില്ല, ജാതിയില്ല, മതമില്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡേഴ്സില്ല, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു തീം കൈകാര്യം ചെയ്യുന്ന പാട്ടാണ് 1. അപ്പൊ ഇതിലെ പാട്ടുകളൊക്കെ എഴുതിയത് ധന്യ സുരേഷ്, ഗോവിന്ദിന്റെ സിസ്റ്റർ ആണ്. അതെ. എങ്ങനെയായിരുന്നു സഹോദരിയെ പാട്ട് എഴുതാൻ ഏൽപ്പിച്ചത്? എങ്ങനെയാണ്? വളരെ ബിഗിനിങ് തൊട്ടേ ചേച്ചിയാണ് ഞങ്ങളുടെ മലയാളം പാട്ടെല്ലാം എഴുതിയത്. ഫിഷ്റോക്ക് ആയാലും ചത്തയായാലും എല്ലാം ചേച്ചി തന്നെ എഴുതിയത്. അപ്പൊ ചേച്ചി തന്നെയായിരുന്നു നമ്മുടെ ചേച്ചിയുടെ വരികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഒട്ടും ഒരു ക്ലീഷ ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ടാണ് ഒരു അണ്ടർലൈൻ ആയിട്ടുള്ള മീനിങ് ആണ് എപ്പോഴും കൊടുക്കാറ്. ഫസ്റ്റ് കേൾക്കുന്നതായിരിക്കില്ല നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് എപ്പോഴും വേറെ അർത്ഥം ഉണ്ടാവും. അതാണ് ചേച്ചി തന്നെ ഫിക്സ് ചെയ്യാനുള്ള കാര്യം. ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള രാഗങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പാട്ടുകൾ, ഇപ്പൊ നവരസം എന്ന് പറയുന്ന പാട്ടിൽ അതിനകത്ത് തന്നെ ഒരു രാഗം മാത്രം ഫോളോ ചെയ്തിട്ടില്ല. നവരസം എന്ന പാട്ടിനകത്ത് തന്നെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള രാഗങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ പാട്ടിനകത്തും ഉണ്ട്. ഒരു 2-3 ഹിന്ദി പാട്ടുണ്ട് ഇതിനകത്ത്, ഹിന്ദി സോങ്സ് ഉണ്ട്. പക്ക ഹിന്ദുസ്ഥാനി കൈകാര്യം ചെയ്യുന്ന പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇമോഷന് വേണ്ടിയിട്ടുള്ള രാഗങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. രാഗങ്ങൾ ആദ്യം സെലക്ട് ചെയ്യായിരുന്നില്ല. അപ്പം ഇത് ആദ്യത്തെ വോക്കാണെന്ന് പറഞ്ഞു. അപ്പം എപ്പോഴാണ് ഇങ്ങനൊരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്? നവരസം എന്നുള്ളൊരു ആശയം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഒരു ആൽബം ഉണ്ടാക്കുക എന്നുള്ള ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ബാൻഡിന്റെയും ഒരു അൾട്ടിമേറ്റ് സംഭവം എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള പാട്ടുകൾ വായിക്കുക, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം നമ്മള് സ്റ്റാർട്ട് ഓഫ് ചെയ്ത് കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ അത് സീരിയസ് ആക്കി എടുത്തു തുടങ്ങിയപ്പോൾ ഒരു ആൽബം ഉണ്ടാക്കണം എന്ന് ആലോചിച്ചു. അതിനായിട്ട് ചത്തയെന്ന് പറഞ്ഞ പാട്ടുണ്ടാക്കി. പിന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അതായത് നവരസം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ഇതിനകത്ത്. ആ പാട്ടുണ്ടാക്കിയതിന് ശേഷമാണ് കണക്ഷൻ ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ. അപ്പൊ ഇതിലുള്ള എല്ലാ പാട്ടും സിദ്ധാർത്ഥ് മേനനാണോ പാടിയിട്ടുള്ളത്? അല്ലല്ല, ഒരു പാട്ട് മാത്രമേ പാടിയിട്ടുള്ളൂ. ഒരു 1 എന്ന് പറയുന്ന ഒറ്റ പാട്ട് മാത്രം. ബാക്കിയെല്ലാം ഓരോരോ സിംഗേഴ്സ് ആയിട്ട് പാടി. 2 പാട്ട് അനീഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്, അവനാണ് 2 പാട്ട് പാടി. ബാക്കിയെല്ലാം ഓരോ പാട്ട് വെച്ചാണ് എല്ലാവരും പാടി. അപ്പൊ അതില് 1 മാത്രമാണോ ഇന്ന് പുറത്തിറങ്ങുന്നത്? 1 മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മലയാളം സോങ്സിലൊന്നാണ് അത്. അത് കുറച്ച്, അതും പിന്നെ ഉറുമ്പ് എന്ന് പറയുന്ന ഒരു പാട്ട്, അത് രണ്ടുമാണ് കുറച്ച് മാറി നിൽക്കുന്ന 2 പാട്ടുകളാണ് ആൽബത്തിൽ നിന്ന്. അതായത് ആൽബത്തിൽ നിന്നല്ല, എന്താ പറയാ, അതൊരു ഫൺ അല്ലെങ്കിൽ ഹാപ്പിനെസ് കൈകാര്യം ചെയ്യുന്ന പാട്ടായതുകൊണ്ട് കേട്ടാൽ മനസ്സിലാവും. ഒരു സെലിബ്രേഷൻ മൂഡ് ഓഫ് സോങ് ആണ്. ബാക്കിയുള്ളത് കുറച്ച് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കുറച്ച് ഇപ്പൊ എന്താ പറയാ, കുറച്ച് റിവെഞ്ച് മോഡിലുള്ള പാട്ടുണ്ട്, കുറച്ച് പീപ്പിൾസ് എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പൊ അത് കുറച്ച് ഒരു റോക്ക് കൾച്ചറുള്ള പാട്ടുകളാണ്. ബാക്കിയെല്ലാം ഇത് രണ്ടുമാണ് ഒരു അക്വസ്റ്റിക് ഫീലുള്ള ഒരു സെലിബ്രേഷൻ, ഹാപ്പിനെസ്, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന സാധനങ്ങൾ ഈ 2 അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ഇത് ക്ലബ് FM 94.3 ടൺ കണക്കിന് ഫൺ.